Etymological concept of education. The word education is derived from Latin word educere, educare, and educatum, which means to learn, to know, and to lead out. That is, education means to lead out internal hidden talent of a child or person. വിദ്യാഭ്യാസം അറിവ് പകർന്നു നൽകുക മാത്രമല്ല, വ്യക്തിഗത വളർച്ചയും വികാസവും സുഗമമാക്കുന്നതാണെന്നും സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ സഹജമായ കഴിവുകളും അനാവരണം ചെയ്യുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഇത് ഊന്നൽ നൽകുന്നു. കുട്ടികളെ അഭിവൃദ്ധി പ്രാപിക്കാനും അവരുടെ പൂർണ്ണമായ കഴിവുകളിൽ എത്തിച്ചേരാനും ഇത് സഹായിക്കുന്നു. വിദ്യാഭ്യാസം സഹായിക്കുന്നു. വ്യക്തിഗതമായ പഠനത്തിനും വിമർശനാത്മക ചിന്താശേഷി വികസിപ്പിക്കുന്നതിനും മുൻഗണന നൽകുന്ന ആധുനിക വിദ്യാഭ്യാസ തത്വചിന്തയുമായി ഈ വീക്ഷണം യോജിക്കുന്നു. എറ്റിമോളജിക്കൽ ടേംസ് meaning. Educare. Educare means this implies nurturing and fostering growth, emphasizing the role of education in developing a person's abilities and character. Educere. This suggests the idea of drawing out inherent potential, focusing on unlocking a learner's latent capacities rather than merely filling them with information. Educo. The letter E means out and duco means to lead. By breaking it down, E, out, and duco, to lead, reinforces the notion of guiding individuals to discover their own strength and talents. Educatum, the act of teaching and training. This term underscores the formal aspects of education relating to the structured processes of teaching and training that facilitate learning. Educare, to bring up, to nourish. Educere, to lead out or to draw out. Educo, the letter E means out and duco means to lead. Educatum, the act of teaching or training. Indian concept of education. Rigveda. Education is that which makes a man self-reliant and selfless. ഋഗ്വേദം സ്വാതന്ത്ര്യവും പരോപകാരവും വളർത്തുന്നതിനുള്ള ഒരു ഉപകരണമായി വിദ്യാഭ്യാസത്തെ ഋഗ്വേദം ഊന്നിപ്പറയുന്നു. യഥാർത്ഥ വിദ്യാഭ്യാസം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തുന്നുവെന്ന് നിർദ്ദേശിക്കുന്നു. ഉപനിഷത്ത്. എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് ഹൂസ് എൻഡ് പ്രോഡക്റ്റ് ഈസ് സാൽവേഷൻ. ആത്മീയ വിമോചനമോ മോക്ഷമോ നേടുന്നതിനുള്ള ഒരു ഉപാധിയായി വിദ്യാഭ്യാസത്തെ വീക്ഷിക്കുന്നു. അറിവ് ആഴത്തിലുള്ള ധാരണയിലേക്കും പ്രബുദ്ധതയിലേക്കും നയിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. കൗടില്യ. എഡ്യൂക്കേഷൻ മീൻസ് ട്രെയിനിങ് ഫോർ ദ കൺട്രി ആൻഡ് ലവ് ഫോർ ദ നേഷൻ. വിദ്യാഭ്യാസത്തെ ദേശീയതയുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തുന്നു. അത് ഒരാളുടെ രാജ്യത്തോടുള്ള സ്നേഹം വളർത്തുകയും അതിൻ്റെ പുരോഗതിക്ക് സംഭാവന നൽകാൻ വ്യക്തികളെ സജ്ജമാക്കുകയും വേണം. ഗാന്ധിജി. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വശങ്ങളെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമഗ്ര വിദ്യാഭ്യാസത്തിനായി വാദിക്കുന്നു. സക്കീർ ഹുസൈൻ. എഡ്യൂക്കേഷൻ ഇസ് ദ വർക്ക് ഓഫ് ദ ഹോൾ ലൈഫ്. ഇറ്റ് ബിഗിൻസ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ഡെത്ത്. വിദ്യാഭ്യാസത്തെ ഒരു ആജീവാനന്ദ യാത്രയായി അവതരിപ്പിക്കുന്നു. ജനനം മുതൽ ആരംഭിച്ച ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും നീണ്ടു നിൽക്കുന്നു. തുടർച്ചയായ പഠനത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്നു. എഡ്യൂക്കേഷൻ ഡെവലപ്സ് ഇൻ ദ ബോഡി ആൻഡ് സോൾ ഓഫ് ദ പീപ്പിൾ ഓൾ ദ ബ്യൂട്ടി ആൻഡ് ഓൾ ദ പെർഫെക്ഷൻ ഹീ ഈസ് കേപ്പബിൾ ഓഫ്. പ്ലേറ്റോ. ശരീരത്തെയും ആത്മാവിനെയും സംസ്കരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം. ഇത് വ്യക്തിയുടെ സൗന്ദര്യത്തിനും പൂർണ്ണതയ്ക്കുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. എഡ്യൂക്കേഷൻ ഇസ് ദ ക്രിയേഷൻ ഓഫ് sound mind in a sound body. It develops man's faculty, especially his mind, so that he may be able to enjoy the contemplation of supreme truth, goodness and beauty. Aristotle. ആരോഗ്യമുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നു. സത്യം, നന്മ, സൗന്ദര്യം എന്നിവയെ വിലമതിക്കാനും വിചിന്തനം ചെയ്യാനും വിദ്യാഭ്യാസം വ്യക്തികളെ പ്രാപ്തമാക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. റൂസോ. എഡ്യൂക്കേഷൻ ഇസ് ദ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ഫ്രം വിത്തിൻ. റൂസോ പറയുന്നത് കുട്ടിയുടെ സ്വാഭാവികമായ വികാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കുട്ടിയുടെ സഹജമായ ഗുണങ്ങളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന
വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം വാദിക്കുന്നു. ഫ്രോബൽ, എഡ്യൂക്കേഷൻ ഇസ് ദ എൻഫോൾഡ്മെന്റ് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി എൻഫോൾഡഡ് ഇൻ ദ ജേം. ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ചൈൽഡ് മേക്സ് ദ ഇന്റേണൽ എക്സ്റ്റേണൽ. വിദ്യാഭ്യാസം എന്നത് കുട്ടിയുടെ ഉള്ളിലെ അന്തർലീനമായ സാധ്യതകൾ വെളിപ്പെടുത്തുകയും ആന്തരിക വളർച്ചയെ ബാഹ്യാനുഭവവുമായി ബന്ധിപ്പിക്കുന്നതും ആണെന്ന ആശയം എടുത്തു കാണിക്കുന്നു. പെസ്റ്റലോസി, എഡ്യൂക്കേഷൻ ഇസ് എ ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദി ഇന്നേറ്റ് പവർ ആൻഡ് ഫാക്കൽറ്റീസ് ഓഫ് മാൻ, ഫിസിക്കൽ, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ. പെസ്റ്റലോസി പറയുന്നത് ശാരീരികവും ബൗദ്ധികവും ധാർമ്മികവുമായ കഴിവുകളുടെ യോജിപ്പുള്ള വികാസവുമായി വിദ്യാഭ്യാസത്തെ നിർവചിക്കുന്നു. മനുഷ്യ സഹജമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനത്തിന് ഊന്നൽ നൽകുന്നു. നാരോ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. എസ്. മക്കൻസി. In narrow sense, education may be taken to mean any consciously directed effort to develop and cultivate our powers. വിദ്യാഭ്യാസം എന്ന ആശയം അതിൻ്റെ ബഹുമുഖ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിവിധ നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്നു. വ്യക്തിഗത സാധ്യതകൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു ബോധപൂർവമായ ശ്രമമായും വിദ്യാഭ്യാസത്തെ എടുത്തു കാണിക്കുന്നു. പ്രൊഫസർ ഡ്രെവർ, education is a process in which and by which knowledge, character and behavior of the young are shaped and molded. പ്രൊഫസർ ഡ്രെവർ യുവാക്കളിൽ അറിവ്, സ്വഭാവം, പെരുമാറ്റം എന്നിവ രൂപപ്പെടുത്തുന്നതിനുള്ള വിശാലമായ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകുന്നു. Education in the narrow sense is regarded as equivalent to instruction. It consists of the specific influences consciously designed in a school or in a college or in an institution to bring the development and growth of the child. സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ പോലുള്ള ഘടനാപരമായ ചുറ്റുപാടിൽ രൂപകൽപ്പന ചെയ്ത നിർദ്ദിഷ്ട മനഃപൂർവ്വമായ സ്വാധീനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ പ്രബോധനവുമായി തുലനം ചെയ്യാം. ഔപചാരികമായ അധ്യാപനത്തിലൂടെയും പഠനാനുഭവത്തിലൂടെയും ബൗദ്ധികവും വ്യക്തിപരവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ചിട്ടയായ സമീപനത്തെ നാരോ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അടിവരയിടുന്നു. Broader concept of education. Broader meaning of education, it starts from cradle and ends to the grave. വിദ്യാഭ്യാസത്തിൻ്റെ വിശാലമായ ആശയം വിദ്യാഭ്യാസം ജനനം മുതൽ ആരംഭിച്ച മരണം വരെ തുടരുന്ന ഒരു ജീവിതയാത്രയെ ഉൾക്കൊള്ളുന്നു. Education in its widest sense include all the influences which act upon an individual during his passage from cradle to the grave. John Dewey, education in its broader sense is the means of the social continuity. ജോൺ ഡൂയി സാമൂഹിക തുടർച്ച ഉറപ്പാക്കുന്നതിൽ അതിൻ്റെ പങ്ക് ഊന്നിപ്പറയുന്നു. Education in the wider sense is a lifelong process. It begins with the birth of a child and ends with his death. It is a continuous process. Continuity is the law of life. Education is not limited to the classroom only. It is also not limited to a particular period of life. വിദ്യാഭ്യാസം ഔപചാരികമായ ക്ലാസ് റൂം സജ്ജീകരണങ്ങളെ മറികടന്ന് വ്യക്തിഗത വളർച്ചയ്ക്കും സാമൂഹിക സംയോജനത്തിനും സംഭാവന നൽകുന്ന അനുഭവങ്ങൾ, ഇടപെടലുകൾ, പരിസ്ഥിതികൾ എന്നിവയെ മറികടക്കുന്നുവെന്ന് ഈ വീക്ഷണം ഉറപ്പിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസം എന്നത് ഒരു സമഗ്രമായ പ്രക്രിയയാണ്. ഇത് ജീവിതത്തിലുടനീളം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നു. All-round development. All-round development means cognitive development, sensory and motor development, physical development, language development, socio-emotional and personal development. Education, the aim of education is all-round development of an individual. All-round development, cognitive development, involves the enhancement of mental process such as thinking, problem solving and understanding. This can be fostered through activities that challenge the mind like puzzles, reading and learning new skills. Socio-emotional development relates to the ability to manage emotions, develop social skills and build relations. Next, personal development. Personal development focuses on self-awareness, confidence and personal values.
Sensory and motor development pertains to the improvement of physical skills and sensory perception. Activities like sports, dance, and hands-on tasks help refine motor skills and sensory integration. Language development involves acquiring communication skill, including speaking, listening, reading, and writing. Language exposure through conversation, storytelling, and education activities is vital for fostering language skills. Physical development encompasses overall health and physical well-being, including gross and fine motor skills. Regular physical activity, proper nutrition, and adequate rest are essential for maintaining physical health. Modern concept of education. Modern concept of education include head, heart, hand, and health. Cognitive domain, affective domain, psychomotor domain, and health. What is modern concept of education? Modern concept of education is learner-centered. The learner occupies a central place in the education process. ലേണർ സെൻറ്റേഡ് വിദ്യാർത്ഥി വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഹൃദയഭാഗത്താണ്. സ്വന്തം പഠനത്തിൽ സജീവമായ പങ്കാളിത്തവും ഇടപഴകലും പ്രോത്സാഹിപ്പിക്കുന്നു. മോഡേൺ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ മീൻസ് ടു ഡെവലപ്പ് ദ ഇൻഹറൻറ്റ് കപ്പാസിറ്റീസ് ഓഫ് ദ ലേണർ ഇൻ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് in the best possible manner. The old curriculum was subject centered, whereas the modern concept of curriculum is activity centered because it emphasizes development of total personality, that is physical, intellectual, emotional, and social aspect of personality of pupil. The old method emphasized on rote learning, but the modern method of teaching include playway method, learning by doing, learning by experience, project method. അന്തർലീനമായ കഴിവുകളുടെ വികസനം. ഓരോ പഠിതാവിൻ്റെയും സ്വാഭാവിക കഴിവുകളും സാധ്യതകളും അവരുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ പരിപോഷിപ്പിക്കാനും വ്യക്തിഗത വളർച്ചയും വികാസവും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. പരമ്പരാഗത രീതി സബ്ജക്ട് സെൻറ്റേർഡ് പാഠ്യപദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ കരിക്കുലം ശാരീരികവും ബൗദ്ധികവും വൈകാരികവും സാമൂഹികവും മാനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമഗ്ര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നൂതന അധ്യാപന രീതി റോട്ട് ലേണിംഗ് മനഃപ്പാഠമാക്കുന്നതിൽ നിന്ന് മാറി സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നീങ്ങി. അതായത് കളി, പ്ലേവേ മെത്തേഡ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പ്രോജക്റ്റ് മെത്തേഡ് തുടങ്ങിയ മെത്തേഡിന് ഊന്നൽ നൽകുന്നു മോഡേൺ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. School was the only agency of education in the old concept, but according to modern concept of education, all formal and informal agencies are the base of education. പഠനം നടത്തുന്നത് സ്കൂളുകളിൽ മാത്രമല്ല, കുടുംബങ്ങൾ, കമ്മ്യൂണിറ്റികൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഔപചാരികവും അനൗപചാരികമായ ക്രമങ്ങളിലൂടെ സഹകരിച്ചുള്ള പഠന അന്തരീക്ഷത്തിൻ്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം തിരിച്ചറിയുന്നു. മോഡേൺ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ലേണർ സെൻറ്റേർഡ്. Modern concept of curriculum is activity centered, and modern methods of teaching include playway method, learning by doing, learning by experience, project method. And according to modern concept of education, all formal, informal agencies are the base of education. Education as a bipolar process. It involves interaction between the teacher and the pupil. In this process, one personality acts upon another in order to modify the personality of other. ഒരു ബൈപോളാർ പ്രക്രിയ എന്ന നിലയിൽ വിദ്യാഭ്യാസം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ചലനാത്മക ഇടപെടലിന് ഊന്നൽ നൽകുന്നു. അതിൽ അധ്യാപകൻ്റെ റോള് എന്ന് പറയുന്നത് അധ്യാപകൻ അറിവ് നൽകുന്നു, പഠനം സുഗമമാക്കുന്നു, പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും മാതൃകയാക്കുന്നു, അവരുടെ വൈദഗ്ധ്യവും മാർഗനിർദ്ദേശവും വിദ്യാർത്ഥിയുടെ ധാരണയെയും കഴിവുകളെയും രൂപപ്പെടുത്തുന്നു. വിദ്യാർത്ഥിയുടെ പങ്ക്. വിദ്യാർത്ഥി മെറ്റീരിയലുമായി സജീവമായി ഇടപഴകുകയും അതിൽ പ്രതിഫലിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ സ്വന്തം വ്യക്തിത്വത്തെയും വളർച്ചയെയും സ്വാധീനിക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ, ഫീഡ്ബാക്ക്, വ്യാഖ്യാനങ്ങൾ എന്നിവ അധ്യാപകരുടെ രീതികളെയും സമീപനങ്ങളെയും സ്വാധീനിക്കും. ഈ ഇടപെടൽ ഏകപക്ഷീയമല്ല, പകരം രണ്ട് പാർട്ടികളും വിദ്യാഭ്യാസ അനുഭവത്തിലൂടെ പരിണമിക്കുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി പൊരുത്തപ്പെടുന്നു. വിദ്യാർത്ഥി ആശയവിനിമയത്തിലൂടെ വളരുന്നു. വിമർശനാത്മക ചിന്ത, വൈകാരിക വികസനം, സാമൂഹിക കഴിവുകൾ എന്നിവ വളർത്തുന്നു.
ഫലപ്രദമായ പഠന അന്തരീക്ഷത്തിന്റെ സഹകരണം, ആശയവിനിമയം, പരസ്പര ബഹുമാനം എന്നിവയുടെ പ്രാധാന്യം ഈ പ്രക്രിയ എടുത്തു കാണിക്കുന്നു. Education is a tripolar process. It involves interaction between the pupil and the educator and the social environment. The teacher tries to develop the personality of the pupil in the light of the need of society. Teacher, pupil and social environment. ഒരു ട്രൈപോളാർ പ്രക്രിയ എന്ന നിലയിൽ വിദ്യാഭ്യാസം, വിദ്യാർത്ഥി, അധ്യാപകൻ, സാമൂഹിക ചുറ്റുപാടുകൾ എന്നിവയ്ക്കിടയിലുള്ള ഇടപെടലുകളെ ഉൾക്കൊള്ളുന്നു. ഇതിൽ വിദ്യാർത്ഥി വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ, അനുഭവങ്ങൾ, പശ്ചാത്തലം എന്നിവയാൽ സ്വാധീനിക്കപ്പെട്ട ഉള്ളടക്കത്തിൽ പഠിതാവ് സജീവമായി ഇടപെടുന്നു. അധ്യാപകൻ പഠന സുഗമമാക്കുന്നു, മാർഗനിർദ്ദേശം, വിഭവം, പിന്തുണ എന്നിവ നൽകുന്നു. വ്യക്തിഗത വിദ്യാർത്ഥി ആവശ്യങ്ങളും വിശാലമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും കണക്കിലെടുത്ത് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർ അവരുടെ സമീപനങ്ങൾ ക്രമീകരിക്കുന്നു. സോഷ്യൽ എൻവയോൺമെൻറ്റ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും ഉള്ളടക്കവും രൂപപ്പെടുത്തുന്ന സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ സന്ദർഭങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അധ്യാപകൻ സാമൂഹിക മൂല്യങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ എന്നിവ പരിഗണിക്കുന്നു. സമൂഹത്തിലെ അവരുടെ ഭാവി റോളുകൾക്ക് പ്രസക്തമായ കഴിവുകളും അറിവും വികസിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. Education is a dynamic process. In the words of M.L. Jakes, there is plenty of work for education to do. Its prime task is to transform original evil into acquired good. Education must enable the child to think for himself, to respect hard work, to have good fellowship, to have taste and sense of eternal realities. We shall study the functions of education in three main categories. Number one, general functions of education, function of education in human life, function of education in national life. Number one, general function of education. ഒന്ന്, അറിവ് സമ്പാദനം. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ വികസനത്തിന് ആവശ്യമായ കഴിവുകളും അറിവും നൽകുന്നു. സാമൂഹ്യവൽക്കരണം. വിദ്യാഭ്യാസം വ്യക്തികളെ സാമൂഹിക മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ പഠിപ്പിക്കാൻ സഹായിക്കുന്നു. സംയോജനവും കമ്മ്യൂണിറ്റി യോജിപ്പും വളർത്തുന്നു. അതോടൊപ്പം ക്രിട്ടിക്കൽ തിങ്കിങ്. ഇത് വിശകലന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിവരങ്ങൾ വിലയിരുത്തുന്നതും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും വ്യക്തികളെ പ്രാപ്തമാക്കുന്നു. നമ്പർ 2, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ ലൈഫ്. വ്യക്തിഗത വികസനം. ഇത് വൈകാരികവും ബൗദ്ധികവും ധാർമ്മികവുമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. വ്യക്തികളെ അവരുടെ കഴിവുകളും താല്പര്യങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നു. ശാക്തീകരണം. വിദ്യാഭ്യാസം സ്വയം പ്രകടിപ്പിക്കുന്നതിനും സ്വയം ഭരണത്തിനുമുള്ള ഉപകരണങ്ങൾ നൽകുന്നു. സമൂഹത്തിന് അർത്ഥപൂർണമായ സംഭാവന നൽകാൻ വ്യക്തികളെ പ്രാപ്തമാക്കുന്നു. സാമ്പത്തിക സാക്ഷരത, ആശയവിനിമയം, പ്രശ്നപരിഹാരം എന്നിവ പോലുള്ള ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പ്രായോഗിക കഴിവുകളുള്ള വ്യക്തികളെ ഇത് സജ്ജമാക്കുന്നു. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ ലൈഫ്. ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്ന നവീകരണവും ഉൽപാദനക്ഷമവും സാമ്പത്തിക വളർച്ചയും നയിക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ജനസംഖ്യ വളർത്താനായിട്ട് സഹായിക്കുന്നു. സാമൂഹിക ഐക്യം. വിദ്യാഭ്യാസം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ധാരണയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ ഐക്യവും സാമൂഹിക സ്ഥിരതയും വളർത്തുകയും ചെയ്യുന്നു. ജനാധിപത്യ പങ്കാളിത്തം. വിദ്യാസമ്പന്നരായ പൗരന്മാർ നാഗരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ജനാധിപത്യ പ്രക്രിയകളിൽ സംഭാവന നൽകാനും ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്താനും സാമൂഹിക നീതിക്ക് വേണ്ടി വാദിക്കാനും സാധിക്കുന്നു. General functions of education. Progressive development of innate powers, all-round development of personality, control, redirection, sublimation of instinct, character building and moral development, creation of good citizens, awakening of social feelings, preparation of culture and civilization, social reforms, national security. These are the general functions of education. Functions of education in human life. Making the man civilized, satisfaction of needs, adaptation to environment, modification of environment,
development of character, development of individuality, preparation for life, creation of good citizen, practical knowledge of various spheres of work, promotion of social efficiency. Functions of education in national life. For national life to be possible, it is essential that its members have common traditions, interests, sentiments, political ambitions, and national unity. The main functions of education at national level are training for leadership, consciousness of duties, supply of skilled worker, national development, national integration, priority of national interest, promotion of social efficiency. Aims of education. Every stage of human life had some aim of life. The aim of life determines aim of education. The aim of education have changed from age to age, and thus it is dynamic because the aims of life are dynamic. Aims of education are not fixed, eternal, and universal. They are changeable and relative. First, every stage of human development had some aim of life. Connecting to human development. Each stage of human development from childhood to adulthood has specific goals and aspirations. For example, early education might focus on foundational skills while higher education may emphasize critical thinking and specialized knowledge. The aim of education changes from age to age. Dynamic nature. Just as society changes over time due to cultural, technological, and economic shift, the aim of education also evolve. What was deemed essential in one era may become obsolete in another. For instance, the risk of digital technology has transformed education to include digital literacy as a key dynamic. Aim of education are not fixed, relative and contextual. Aim of education are not universally fixed. They can vary based on culture, social and political context. For instance, in some societies, education may prioritize vocational training to meet workforce demand, while in others, it may focus on fostering creativity and critical thought. There is great necessity of aims in education because of the following reason: to direct effort, to avoid wastage, to evaluate ourselves, to provide efficient school administration, to evaluate the existing conditions. Individual aims of education. Psychologists like Rousseau, Pestalozzi, and Froebel, etc., starts emphasize development on individuality as the aim of education. For the better understanding of this aim, it is essential to understand narrow and wider meaning of this aim. Individual aim, narrow meaning self-expression, wider meaning self-realization. The narrow meaning of individual aim. The narrow sense of individual aim of education is based on naturalistic philosophy. It is the all-round development of child's power and innate development. According to this philosophy, the child should be given complete freedom to develop according to his instinct. സങ്കുചിതമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വ്യക്തിഗത ലക്ഷ്യം സ്വാഭാവിക നാച്ചുറലിസ്റ്റ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടിയുടെ അന്തർലീനമായ കഴിവുകളുടെ സമഗ്രമായ വികാസത്തിന് ഊന്നൽ നൽകുന്നു. ഈ വീക്ഷണം കുട്ടികളെ അവരുടെ സഹജ വാസനകൾക്കനുസരിച്ച് വളരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനും അമിതമായ നിയന്ത്രണങ്ങളില്ലാതെ അവരുടെ സ്വാഭാവിക കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വാദിക്കുന്നു. Wider meaning of individual aim. In the wider sense, individual aim is described as self-realization. The opportunities should be provided while keeping in mind the needs, interests, and abilities of the child. The child should be given all those opportunities which may help him in the total development of all his powers and in making him an excellent individual. വിദ്യാഭ്യാസത്തിൻ്റെ വ്യക്തിഗത ലക്ഷ്യം സ്വയം തിരിച്ചറിവിലേക്ക് വ്യാപിക്കുന്നു. ഈ സമീപനം ഓരോ കുട്ടിയുടെയും തനതായ ആവശ്യങ്ങൾ, താൽപ്പര്യങ്ങൾ, കഴിവുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിന് ഇത് ഊന്നൽ നൽകുന്നു.
വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ മൊത്തത്തിലുള്ള മികവിന് സംഭാവന നൽകുന്നു, വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിശാലമായ വീക്ഷണം അക്കാഡമിക വിജയം മാത്രമല്ല, സാമൂഹികവും വൈകാരികവും ധാർമ്മികവുമായ വികാസത്തെ ഉൾക്കൊള്ളുന്നു.